ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാജ്യത്തെ നിർമ്മിത ബുദ്ധി രംഗത്തെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ AI മിഷനിലൂടെ നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ സ്കിൽ ഇന്ത്യ മിഷന്റെ സ്കില്ലിംഗ് ഫോർ AI റെഡിനെസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാർത്ഥികൾക്കും പാർലമെന്റ് അംഗങ്ങൾക്കും AI സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത രാഷ്ട്രപതി ദേശീയ അവബോധ ക്യാമ്പയിൻ സ്കിൽ ദ നേഷൻ ചലഞ്ചും ഉദ്ഘാടനം ചെയ്തു. DRDO ദിനത്തിൽ ആശംസകൾ നേർന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനും പ്രതിരോധ മേഖലയിലെ ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും വഹിക്കുന്ന പങ്കിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. DRDO സായുധ സേനയുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുന്നതായും ശ്രീ സിംഗ് പറഞ്ഞു. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഗുവാഹത്തിക്കും കൊൽക്കത്തയ്ക്കുമിടയിൽ സർവീസ് നടത്തും. ന്യൂഡൽഹിയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പ്രഖ്യാപനം നടത്തിയത്. 1000 മുതൽ 1500 കിലോമീറ്റർ വരെയുള്ള ദീർഘദൂര യാത്രകൾക്ക് അനുയോജ്യമായ ട്രെയിനിൽ 16 കോച്ചുകളാണുള്ളത്. തേർഡ് ACക്ക് ഭക്ഷണത്തോടെ ഏകദേശം 2300 രൂപയും സെക്കൻഡ് ACക്ക് 3000 രൂപയും ഫസ്റ്റ് ACക്ക് 3600 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അധിക എക്സൈസ് തീരുവയും പാൻ മസാലയ്ക്കുള്ള പുതിയ സെസ്സും ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ. പാൻ മസാല, സിഗരറ്റ്, പുകയില തുടങ്ങിയവയ്ക്ക് 40% GSTയും ബിരിസിന് 18% GSTയും ഈടാക്കും. പാൻ മസാല നിർമ്മാണത്തിലെ പുതിയ ആരോഗ്യ ദേശീയ സുരക്ഷാ സെസ്സും പുകയിലയുടെ എക്സൈസ് തീരുവയും സംബന്ധിച്ച 2 ബില്ലുകൾ ഇക്കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയിരുന്നു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച തുടരുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതാ റിപ്പോർട്ട്. ലോകത്തിന്റെ പല ഭാഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾ ഹ്രസ്വകാല വെല്ലുവിളികൾ ഉയർത്തിയാകാമെന്ന മുന്നറിയിപ്പും റിപ്പോർട്ട് നൽകുന്നു. രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ, ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾ, ഇൻഷുറൻസ് മേഖല എന്നിവ സുസ്ഥിരമായ മുന്നേറ്റം തുടരുന്നതായും RBI പറയുന്നു. സംസ്ഥാന പോലീസ് സേനയുടെ വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തിരുവനന്തപുരത്ത് SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പുതുതായി വാങ്ങിയ 172 ബൊലേറോ ജീപ്പുകളാണ് സേനയുടെ ഭാഗമായത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതശൈലീ രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെയുള്ള ബൃഹത്തായ ഇടപെടലാണ് ജനകീയ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. തദ്ദേശ പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ജനുവരി 12-നകം തിരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് ഓൺലൈനായി സമർപ്പിക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിശ്ചിത സമയത്തിനകം കണക്ക് നൽകാത്തവരെ അംഗമായി തുടരുന്നതിൽ നിന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും അയോഗ്യരാക്കുമെന്ന് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. പത്രികാ സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെ നടത്തിയ ചെലവ് കണക്കാണ് നൽകേണ്ടത്. തുടർ നടപടികൾ ഉണ്ടാകുന്നതിൽ വീഴ്ചയുണ്ടായെന്ന ചില സ്ഥാനാർത്ഥികളുടെ പരാതികളെ തുടർന്നാണ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയതെന്നും കമ്മീഷണർ പറഞ്ഞു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ശബരിമല സന്ദർശിച്ചു. ശബരിമലയിൽ എത്തുന്ന കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിവിധ വകുപ്പുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയാനാണ് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ, അംഗങ്ങളായ B. മോഹൻകുമാർ, KK ഷാജു എന്നിവർ സന്നിധാനം സന്ദർശിച്ചത്. ADGP S. ശ്രീജിത്ത്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവരുമായി കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി. പുതുവത്സര ദിനമായ ഇന്ന് സന്നിധാനത്ത് വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. സംസ്ഥാനത്ത് ഈ വർഷം മുതൽ ജനുവരി 4 രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഞായറാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർക്കല ശിവഗിരി തീർത്ഥാടനം ഇന്ന് സമാപിക്കും. രാവിലെ ശിവഗിരി ശാരദാ മഠത്തിൽ നിന്ന് 108 പുഷ്പകലശങ്ങളുമായുള്ള പ്രയാണവും മഹാസമാധി പീഠത്തിൽ പൂജയും നടന്നു. ശ്രീനാരായണ പ്രസ്ഥാന സംഗമം പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു. മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് പെരുന്നേൽ തുടക്കം രാവിലെ 7-ന് മന്നം സമാധിയിൽ NSS നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.